ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ജാലിയൻ വാലാബാഗിൻ്റെ ഒരു ചെറിയ ഡെമോ ആണ് അവിടെ കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. പഞ്ചാബിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് വഴിയാണ് നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത്. ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതുപോലെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലോട്ട് ട്രെയിൻ വരിക, അത് കഴിഞ്ഞ് ഡൽഹിയിൽ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുക, അത് കഴിഞ്ഞ് ആഗ്ര, ജയ്പൂർ, അത് കഴിഞ്ഞ് നമ്മളുടെ ലുധിയാന, പഞ്ചാബ്, ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഷിംലയിലോട്ട് പോകാനായിരുന്നു. പക്ഷേ അവിടെ ഫ്ലഡിൻ്റെയും കുറച്ച് റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ ഡൽഹി തന്നെ പോയി കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം റിട്ടേൺ പോരും എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ G20 ആയതുകൊണ്ട് തന്നെ ഡൽഹിയിലാണെങ്കിലും അധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ കുഴപ്പമില്ല, നമ്മളപ്പോൾ എന്തായാലും ഡൽഹിയിൽ കുറച്ച് ദിവസം കൂടുതൽ എൻജോയ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡാണ് ഇത് പ്ലാൻ ചെയ്തത്. ഇതൊരു വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ശ്രീനഗർ പോകാൻ ഒരു ഭാഗ്യമുണ്ടായി. ശ്രീനഗറിലോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഓൾറെഡി നമ്മളോടൊന്നും പറയാതെ ശ്രീനഗറിലോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലുധിയാനോട്, അമൃത്സറും പഞ്ചാബ് ഒക്കെ നമ്മൾ ബൈ ബൈ പറഞ്ഞതിന് ശേഷം നമ്മളിനി പോകാൻ പോകുന്നത് ശ്രീനഗറിലേക്കാണ്. അപ്പോൾ ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. പിള്ളേരാണെങ്കിലും ഞാനാണെങ്കിലും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഡാഡി ആർമിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ചെറുപ്പം തുടങ്ങി ശ്രീനഗർ നല്ല ഭംഗിയാണ്, ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ ശ്രീനഗറാണെന്നൊക്കെ ഡാഡി ചെറുപ്പം തുടങ്ങി പറയുമായിരുന്നു. അപ്പോൾ എനിക്കത് ശ്രീനഗർ കാണണം എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് തന്നെ ചെറിയൊരു കേക്കൊക്കെ മേടിച്ചു. കേക്ക് ഹസ്ബൻഡും മൂത്ത ആളും കൂടിയുള്ള അവർ രണ്ടുപേരും കൂടി പോയി എനിക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കേക്കൊക്കെ ഞങ്ങൾ എയർപോർട്ടിലിരുന്നാണ് കട്ട് ചെയ്തത്. കേക്ക് പീസാണ് മേടിച്ചത്. അതിനെന്തോ 200 രൂപയായി. ആ പീസാണെങ്കിൽ നമ്മളുടെ പഞ്ചാബ് സ്റ്റൈലാണെന്ന് തോന്നുന്നു. ഭയങ്കര പുളിയായിരുന്നു, നമുക്ക് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കേക്ക് കട്ട് ചെയ്ത കേക്ക് കുറച്ചെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ച് നമുക്ക് കുറച്ച് കഴിച്ചു. ബാലൻസ് നമുക്ക് കളയുകയും ചെയ്തു. കാരണം ഓരോരുത്തുനിന്ന് കുറച്ച് നാല് ദിവസം സ്പെൻഡ് ചെയ്ത് അടുത്ത ദിവസം വേറൊരു സ്ഥലത്തോട്ട് ആയതുകൊണ്ട് തന്നെ ഇത്രയും പുളിയുള്ളതൊക്കെ തിന്ന് വല്ല വയറിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാകുമല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ ആ കേക്കിൻ്റെ ബാലൻസ് പീസ് നമ്മൾ കളയുക ചെയ്തത്. കാരണം നമുക്കത് കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഒരു പുളിയായിരുന്നു കേട്ടോ. അവരുടെ ടേസ്റ്റും നമ്മളുടെ ടേസ്റ്റും വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനത്തെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മളുടെ പഞ്ചാബിനോട് ബായ് പറഞ്ഞതിന് ശേഷം നമ്മൾ ശ്രീനഗറിലോട്ട് പോവുകയാണ്. പഞ്ചാബിൽ നമ്മൾ എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോൾ തുടങ്ങി കാണുന്നത് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളാണ്. നമ്മൾ ഓൾറെഡി ട്രെയിനിലാണ് ഡൽഹിയിൽ നിന്ന് നമ്മൾ പഞ്ചാബിലോട്ട് വന്നത്. അപ്പോഴും നമ്മൾ കണ്ടത് ഫുള്ള് പച്ചപ്പാണ്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഫുള്ള് പച്ചപ്പാണ്. എന്ത് രസമാണെന്ന് അറിയാമോ, താഴെ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും. കുറച്ചും കൂടിയൊക്കെ മുകളിലോട്ട് ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വിസിബിൾ ആകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മേഘങ്ങൾ വന്ന് മൂടുകയാണ്. നല്ലൊരു രസമായിരുന്നു കേട്ടോ. പഞ്ചാബിൽ നിന്ന് ഫ്ലൈറ്റ് യാത്രയും ട്രെയിൻ യാത്രയും നല്ല സൂപ്പറായിരുന്നു. പഞ്ചാബിലാണെങ്കിൽ നമ്മുടെ ഗോൾഡൻ ടെമ്പിളാണെങ്കിൽ ഈവനിങ്ങിൽ കാണാനും നൈറ്റിൽ കാണാൻ നല്ല ബ്യൂട്ടി ആയിരുന്നു. വാഗാ ബോർഡർ ഒന്നും പറയണ്ട, ഭയങ്കര രസമായിരുന്നു. വാഗാ ബോർഡറിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആ ഇന്ത്യനെ, നമ്മളുടെ രാജ്യത്തിനോടുള്ള ആ ഒരു സ്നേഹം അത് പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറമാണ്. പിന്നെ നമ്മളുടെ ജാലിയൻ വാലാബാഗ്, ഒരുപാട് പേര് അവിടെ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള നമുക്ക് ആ രാജ്യത്തിന് വേണ്ടി എന്തോരം പേരുടെ ആ ഒരു പ്രയത്നം കൊണ്ടാണ് നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്കപ്പോൾ രാജ്യത്തോടുള്ള ഒരു പ്രതിബദ്ധത നമുക്ക് തോന്നും. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പഞ്ചാബിൽ നിന്ന് കിട്ടിയത്. പഞ്ചാബിൻ്റെ ബ്യൂട്ടി ആണെങ്കിൽ നല്ല രസമായിരുന്നു, അവരുടെ ഫുഡാണെങ്കിലും തകർപ്പനായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ശ്രീനഗർ. ആ ശ്രീനഗറിലോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. കാരണം വളരെ ഭംഗിയാണ്. നമ്മൾ വീഡിയോസൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുമെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നുകൊണ്ട് തന്നെ നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രതീക്ഷിക്കാം. കാരണം ഞാൻ ഷിംലയാണ് പ്ലാൻ ചെയ്തത്.
ചെയ്ത് അവിടുത്തെ ഫ്ലഡും പിന്നെ റോഡ് പ്രശ്നങ്ങളൊക്കെ കാരണമാണ് നമ്മൾ നമ്മളുടെ ഷിംല മാറ്റി വെച്ച് ശ്രീനഗറിലോട്ട് ഹസ്ബൻഡ് ടിക്കറ്റ് എടുത്തതും ഒക്കെ. ഇതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് കാർമേഘങ്ങളൊക്കെ കാണാം. കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഗോളങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ. മഞ്ഞ് പോലെ ഇങ്ങനെ കാർമേഘങ്ങളിൽ ഇത് കാർമേഘങ്ങളിൽ ഈ ഫ്ലൈറ്റ് ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് ജെർക്കിങ് വരും. നമ്മളുടെ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന നമുക്കൊക്കെ ഒന്ന് ചെറിയൊരു ജെർക്കിങ് വരും. പിന്നെ ശ്രീനഗർ ഭയങ്കര ഹൈറ്റുള്ളൊരു സ്ഥലത്തു നിന്ന് മലകളാണ്, ഫുള്ള് മലകളാണ്. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഫുള്ള് മലകളുടെ നടുവിലാണ് ഈ ശ്രീനഗർ. അപ്പോൾ ഫുള്ള് മലകളുടെ ഇടയിൽ ചെന്ന് നമ്മളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി. നിങ്ങൾ കാണുന്നത് ബിയാസ് റിവറാണ്. എന്ത് രസമായിട്ടാണ് അത് ഒഴുകുന്നതെന്ന് നോക്കി. റിവറിൻ്റെ ഉത്ഭവം തുടങ്ങി ഒരുപാട് അകലെയായിരിക്കും ഉത്ഭവം, പക്ഷേ ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഒഴുകുന്ന നദിയാണ് ബിയാസ്. അപ്പോൾ ഇത് പഞ്ചാബിലൂടെ ഒഴുകുന്ന ഒരു നദി കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചാബിലൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ ബിയാസ് റിവർ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. ഭയങ്കര വീതിയുള്ള റിവറാണ്. നമ്മൾ ഓൾറെഡി ട്രെയിനിലിരുന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു ബിയാസ് റിവർ ഒഴുകുന്നത്. നമ്മൾ അമൃത്സർ എയർപോർട്ടിൽ നിന്ന് 9:30 കയറിയിട്ട് നമ്മൾ 10:15 നമ്മൾ ശ്രീനഗറിലെത്തി. ഒരു 3/4 മണിക്കൂർ ആണ് ഫ്ലൈറ്റിൽ യാത്ര. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 5000 രൂപ ആയുള്ളൂ ശ്രീനഗറിലോട്ട്. നമ്മളുടെ പഞ്ചാബിൽ നിന്നായതുകൊണ്ടാണ് അത്രയും റേറ്റ് കുറവ്. ഡൽഹിയിൽ നിന്നാകുമ്പോൾ റേറ്റ് കുറച്ചും കൂടി കൂടാനാണ് ചാൻസ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ശ്രീനഗറിലോട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഈ പഞ്ചാബ് കുറച്ചും കൂടി അടുത്താണ് നമ്മുടെ ശ്രീനഗറിന്, അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വ്യത്യാസം. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു കേട്ടോ ശ്രീനഗറിലേക്ക്. അപ്പോൾ ടിക്കറ്റ് റേറ്റൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ ടിക്കറ്റ് റേറ്റ് മാത്രമല്ല, ശ്രീനഗർ നമ്മൾ കുറച്ച് നേരം നമ്മളുടെ ഫ്ലൈറ്റിൽ തന്നെ നമുക്ക് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലൈറ്റ് ഇൻഡിഗോയുടെ സൈറ്റിൽ ചെന്ന് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളതിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് സ്നാക്സും കോഫിയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ സ്നാക്സ് എന്ന് പറയുമ്പോൾ കാഷ്യൂ റോസ്റ്റും ബദാം റോസ്റ്റും പിന്നെ നമുക്കൊരു ബിസ്ക്കറ്റ് പിന്നെ കോഫി, അങ്ങനെയായിരുന്നു ആ പാക്കേജ്. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഡിഗോയുടെ ഒരു ബാഗിൽ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ആയിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു. അത് രാവിലെ ആയതുകൊണ്ടാണ് അങ്ങനത്തെ സ്നാക്സ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ചെക്കിനൊക്കെ ചെന്ന് ചെയ്ത് 8:15 9:15 നമ്മൾ ഹോട്ടലിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാലാണല്ലോ നമ്മളുടെ ബോർഡിംഗ് പാസും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മളുടെ ശ്രീനഗർ എത്താറായി. മലനിരകൾ നമുക്ക് കാണാം. ഫുള്ള് മഞ്ഞ് മൂടിയ മലയല്ല, കുറച്ച് മഞ്ഞ് മൂടിയ മലകളും കുറച്ച് മഞ്ഞില്ലാത്ത മലകളും, അങ്ങനെ മലകളുടെ ഇടയിലാണ് നമ്മളുടെ ശ്രീനഗർ. ഫുള്ള് മലകളുടെ നടുവിലായിട്ടാണ് നമ്മളിനി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ശ്രീനഗറിലോട്ടുള്ള ഫ്ലൈറ്റിലൂടെയുള്ള യാത്ര എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതും പഞ്ചാബിൽ നിന്നാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തത്. അപ്പോൾ പഞ്ചാബിൽ ഫുള്ള് പച്ചപ്പ് ചെയ്ത് നമ്മൾ ഫുള്ള് മലകളുടെ ഇടയിലോട്ട് നമ്മൾ ചെന്നിറങ്ങിയാണ്. മലകളാണെങ്കിലോ ഫുള്ള് മഞ്ഞു കൂടിയ മലകളും മഞ്ഞില്ലാത്ത മലകളും. നമുക്കിവിടെ നിന്ന് ഹിമാലയൻ പർവ്വത നിരകളൊക്കെ കാണാം. നമ്മൾ ശ്രീനഗറിലോട്ട് ലാൻഡ് ചെയ്യാൻ ടൈമായി. അപ്പോൾ ലാൻഡിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം കുറച്ച് കുന്നുകളും മലകളും പിന്നെ പച്ചപ്പും എല്ലാം നിറഞ്ഞ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 11 മണി 10:45 ആയപ്പോഴേക്കും നമ്മളവിടെ എത്തിയത് കാരണം തന്നെ നല്ലൊരു അടിപൊളി ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നൈറ്റ് ആണെങ്കിൽ നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല. ഇപ്പോൾ മോർണിംഗിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ആണ്. മലകൾ കണ്ടോ, മലകളൊക്കെ എന്ത് രസമാണെന്ന് അറിയുമോ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുകൂടാതെ നമുക്കാണെങ്കിലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്നൊരു പ്രത്യേക ഭാഗ്യമായിട്ട് ഞാനിത് കരുതുന്നത്. കാരണം ശ്രീനഗറിലോട്ട് പോകാൻ എല്ലാവരും പേടിക്കുന്നത് നമ്മളുടെ ഭീകരാക്രമണം എല്ലാം പേടിച്ചിട്ട് എല്ലാവരും പോകില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടി പോകാൻ നമ്മളത് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ആ ഒരു റിസ്ക് എടുത്ത് പോകുന്നതെങ്കിൽ കൂടി ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ. ഭയങ്കര രസം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ടൂറിസ്റ്റ് സ്പോട്ടായി മാറ്റേണ്ട ഒരു പ്ലേസാണ്. ഇവിടുത്തെ ആ ഒരു ഇഷ്യൂസൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര മനോഹരമാണ്. ജയ്പൂർ, ആഗ്ര,
പഞ്ചാബ് എല്ലായിടത്തും പോയെങ്കിലും ശ്രീനഗറിലോട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ മലകൾ ഫുള്ള് ഹിമാലയൻ പർവ്വത നിരകൾ, ആ നിരകളുടെ ഇടയിൽ മലകളുടെ ഇടയിൽ ശ്രീനഗർ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം പിടിക്കും തോന്നുന്നു, കാരണം സിഗ്നൽ വന്നം. പിന്നെ അതുകൂടാതെ താഴെയാണെങ്കിൽ ഫുള്ള് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയസും കാണിക്കുന്നുണ്ട്. ഒട്ടും ക്രൗഡഡ് അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളപ്പോൾ ശ്രീനഗറിലോട്ട് ലാൻഡിങ് ആയി തുടങ്ങി, നമ്മളുടെ ഫ്ലൈറ്റ് ലാൻഡായി തുടങ്ങി. അത് കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ശ്രീനഗറിൽ ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൃഷിയിടങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമല്ല, നമ്മളുടെ കുങ്കുമപ്പൂവൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ആപ്രിക്കോട്ട് ഉണ്ട്, പിന്നെ ബദാം, ഇതൊക്കെ ശ്രീനഗറിൽ ഒരുപാട് കിട്ടുന്നുണ്ട്. കാരണം അവിടെ നിന്നാണ് കൂടുതൽ നമുക്ക് നമ്മളുടെ ഈ കേരളത്തിലോട്ടൊക്കെ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നത് അവിടെ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും പിന്നെ നമ്മളുടെ കുങ്കുമപ്പൂ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളുടെ ശ്രീനഗറാണ്. കാരണം തണുപ്പുള്ളിടത്ത് മാത്രമേ കുങ്കുമപ്പൂ കൃഷി ചെയ്യുകയുള്ളൂ. അപ്പോൾ കുങ്കുമപ്പൂ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ശ്രീനഗറിൽ നിന്നാണ്. ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡിങ് ആയി, ഫുള്ള് ഇപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളുടെ അവിടെ ഭയങ്കര സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് കേട്ടോ. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് മുകളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സെക്യൂരിറ്റിയുടെ ടെൻറ്റുകൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് പതുക്കെ ലാൻഡിങ് ആയി. നമ്മൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഏറ്റവും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന അടിപൊളി ഒരു സ്ഥലത്തിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ശ്രീനഗർ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പുതിയ വീഡിയോസിലുണ്ടാകും. ശ്രീനഗറിലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ 3-4 ദിവസം ശ്രീനഗറിലുണ്ട്. അപ്പോൾ ഈ 3-4 ദിവസം കൊണ്ട് ശ്രീനഗറിൽ മാക്സിമം നമ്മൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കും. പിന്നെ ശ്രീനഗറിൽ എനിക്ക് തോന്നുന്നത് വൈകുന്നേരം നമ്മളൊരു 6 മണി കഴിഞ്ഞ് നമുക്ക് ട്രാവലിംഗ് ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നു. നൈറ്റിലുള്ള ട്രാവലിംഗ് ഒന്നും നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് അലൗഡ് അല്ലെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ ശ്രീനഗർ വന്നത് മാത്രം പാക്കേജിലാണ്. അപ്പോൾ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയത് നമ്മൾ തന്നെ ബുക്ക് ചെയ്താണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയതെങ്കിലും ശ്രീനഗറിൽ നമ്മൾ പാക്കേജ് എടുത്താണ് വന്നിരിക്കുന്നത്. ശ്രീനഗർ കുറച്ച് റിസ്ക്കി ആണെന്ന് തോന്നിയത് കൊണ്ട് ഹസ്ബൻഡ് പാക്കേജാണ് എടുത്തത്. അപ്പോൾ പാക്കേജിലാണ് നമ്മൾ ശ്രീനഗർ വന്നിരിക്കുന്നത്. അപ്പോൾ പാക്കേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്കറിയാം. അപ്പോൾ കൂടുതൽ വീഡിയോസ് ശ്രീനഗറിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലത്ത് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ദിവസങ്ങൾ എൻജോയ് ചെയ്ത് തകർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിൽ ചെന്നിട്ട് പുതിയ വീഡിയോസൊക്കെ എടുക്കാം. ഭയങ്കര സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടോ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങി ഒരുപാട് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഹോട്ടലിൽ വന്നു റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ദാൽ ലേക്കിലോട്ടാണ് ആദ്യം തന്നെ പോകുന്നത്. അപ്പോൾ ദാൽ ലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശ്രീനഗറിലെ ബെസ്റ്റ് ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസും നമ്മൾ എന്തൊക്കെയാണെന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഫുഡ് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പഞ്ചാബിൽ സ്പെഷ്യൽ ഫുഡ് കഴിച്ചതുപോലെ തന്നെ ശ്രീനഗറിൻ്റെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ റൂമിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മഞ്ഞുതുള്ളികളൊക്കെ വീണ് കിടക്കുന്ന ജനാലകളാണ്. അപ്പോൾ നല്ല രസമുള്ള റൂമായിരുന്നു, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മളൊരു 2 മണിയാകുമ്പോഴേക്കും നമ്മളുടെ അടുത്ത ജേണി സ്റ്റാർട്ട് ചെയ്യാണ് ദാൽ ലേക്കിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീനഗറിൽ അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്നെ കഴിക്കുന്ന വീഡിയോ നെക്സ്റ്റ് വരും. അതുകൂടാതെ ദാൽ ലേക്കിൽ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസും വരുന്നതാണ്. എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബായ്.